നമസ്കാരം. ട്രാവലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയത്തിന് അടുത്തുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് പൂഞ്ഞാർ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ വാഗമണ്ടെ അറിയപ്പെടാത്ത മേഖലകളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്. എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോയേക്കാന്ന് കരുതി ഉച്ചയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പനച്ചിപ്പാറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ്. പൂഞ്ഞാർ തന്നെയാണത്. അപ്പോൾ നമുക്ക് പനച്ചിപ്പാറ വഴിയാണ് അരുവിക്കച്ചാലിലേക്ക് പോകേണ്ടത്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ്റെ പേര് അരുവിക്കച്ചാൽ എന്നാണ്. ഞങ്ങൾ ഇന്ന് 2-3 ബൈക്കുണ്ട് ഉള്ള എൻ്റെ കസിൻസാണ്. അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ അരുവിക്കച്ചാലിലേക്കുള്ള യാത്രയിലാണ്. ഇത് നമ്മുടെ മുണ്ടക്കയം റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് പൂഞ്ഞാറിൽ നിന്ന് മുണ്ടക്കയം പോണ വഴി നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു കമാനമുള്ളത് അരുവിക്കച്ചാലിലേക്ക് പോണത്. പക്ഷെ നമ്മൾ നേരിട്ട് വിട്ടു പോകുമ്പോൾ അത് മിസ് പോകും. ഞങ്ങളും അത് മിസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് ആ കമാനത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്. റൈഡിങ്ങിനൊക്കെ പറ്റിയ വഴിയാണ് കേട്ടോ. കാറ് ചെറിയ വഴിയാണ്, കാറ് പോകും, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും കാറ് പോകും. നമുക്ക് വഴിയൊന്നും തെറ്റത്തില്ല, കാരണം പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അവർ ഡയറക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല കയറ്റമൊക്കെ കയറി അടിപൊളിയായിട്ട് നമുക്കങ്ങ് ചെല്ലാനായിട്ട് പറ്റും. അപ്പം അങ്ങ് നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലമല്ല, ഒരു റബ്ബർ തോട്ടമാണ്. നമ്മൾ അവിടെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അങ്ങോട്ടുള്ള വഴി അവർ എന്താ പറയുന്നത്, JCB ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ ഉള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് അതൊരു റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ കാണുന്ന വഴിയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. ഇപ്പോൾ അവിടെ പാറ ഇട്ടിരിക്കുകയാണ്, പക്ഷേ അതുവഴി നടന്നു പോകാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇങ്ങനൊരു വഴിയുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് അതുവഴി തന്നെ നടന്നു പോകാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതുവഴി നടക്കുവാണ് മുമ്പോട്ട്. പോകുന്ന വഴിയും നല്ലതാണ് കേട്ടോ. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയാണ് പോകുന്നത്. പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, റബ്ബർ തോട്ടത്തിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ മാറിയിട്ട് ചുറ്റുവട്ടത്തും ഒരു വലിയ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ നമുക്ക് കേട്ടു തുടങ്ങാം. കുറച്ച് ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് നടക്കാനൊന്നുമില്ല കേട്ടോ. ഒരു 15 മിനിറ്റോളം നമുക്ക് നടക്കാനുണ്ട്. നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റും. ആ നടപ്പൊരു അടിപൊളി നടപ്പാണ് കേട്ടോ. ഒരുപക്ഷെ ആ വഴി അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടം വരെ ഒരു വണ്ടി എത്തുമായിരിക്കും. പക്ഷേ വണ്ടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കണ്ടോ. ഈ കാണുന്ന പോലെ ഒരു ഒറ്റയടി ചെറുതായിട്ട് നമുക്ക് ഒരാൾക്ക് മാത്രം അങ്ങനെ കഷ്ടിച്ച് നടന്നു പോകാവുന്ന ഒരു വഴിയാണ്. പക്ഷേ അങ്ങനെ ഭീകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല. നമ്മളങ്ങ് ചെന്ന് കയറുന്നത് ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഭയങ്കര വലിയ വെള്ളച്ചാട്ടമാണ്. പക്ഷേ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ ശക്തമായിട്ട് മഴ പെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഒരു പക്ഷേ അവിടെ ഇറങ്ങുന്നത് സേഫാണെന്ന് തോന്നുന്നു. കാരണം അവിടെ വലിയ ആഴമില്ല. ആ താഴെ കുളിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ആഴമൊന്നുമില്ല. പക്ഷേ പിന്നീട് നമുക്ക് ആ വെള്ളം ഒഴുകി പോണ ഒരു കുറച്ച് ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നല്ലതായിട്ട് തെന്നലുണ്ടാവും തോന്നുന്നു. അങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമായിരിക്കും, അതുറപ്പാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം, കാരണം അവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം നേരമൊന്നും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തുള്ള സ്ഥലം നോക്കിയപ്പോൾ ആദ്യം മുതുകോരമലയാണ് മനസ്സിൽ വന്നത്. പക്ഷേ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മുതുകോരമല ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് മഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. പുള്ളി പറഞ്ഞു പുല്ലേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. പുല്ലേപ്പാറ അത് തന്നെ. അപ്പോൾ അത് അവിടെ അടുത്ത് തന്നെയാണ്. നേരെ അത് എനിക്ക് വഴിയൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പുല്ലേപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ച കൂടെ ഒന്നുമല്ലോ, വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കൊരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ ആംബിയൻസും ഉണ്ട് അവിടെ. അങ്ങോട്ടുള്ള വഴിയും എല്ലാ വണ്ടികളും എത്തും. നല്ല കോൺക്രീറ്റ് റോഡാണ് അങ്ങ് വരെ. ആ ഒരു ഡെസ്റ്റിനേഷൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അത് നമ്മളൊട്ടും വിചാരിക്കാത്ത എന്നുകൊണ്ടായിരിക്കും അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഇതാണ് ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പള്ളിയുടെ ഒരു കോമ്പൗണ്ടായിട്ട് അവരവിടെ കെട്ടി നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പാറയാണ്. ആ പാറയുടെ അറ്റമായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പൂഞ്ഞാറും ചുറ്റുവട്ടമുള്ള, എനിക്കറിയത്തില്ല ഏതൊക്കെ മലയാണെന്ന്. മല നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയാസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ തന്നെയല്ല കേട്ടോ, നമ്മളവിടെ ചെല്ലുമ്പോൾ ഉള്ള ഒരു ആംബിയൻസും എന്താ പറയുക, ആംബിയൻസ് എന്നത് മാത്രമല്ല ആ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ വളരെ അടിപൊളിയാണ്.
നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരേക്ക് വരെ കാണാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന ഈ പാറയുണ്ടല്ലോ, ഈ പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു കെട്ടിന് അവർ ഓപ്പണിങ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നടക്കാനായിട്ട് വെറുതെ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്കൊക്കെ നടക്കാനായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ നമുക്കതൊക്കെ തുറന്നിട്ട് അങ്ങ് ദൂരേക്ക് നടക്കാൻ പറ്റും. കുറേ, അതായത് ഈ പാറയുടെ ചെരുവുകളിലൂടെ നമുക്കങ്ങ് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റും. പിന്നെ പേടിക്കേണ്ട അധികം ഏരിയകളൊന്നുമില്ല, എല്ലാം ജനവാസ മേഖല തന്നെയാണ്. പക്ഷേ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര വ്യൂ ആണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ഫാമിലിയൊക്കെ വന്ന് അവർക്കൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വരേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയാണ്. അത്യാവശ്യം നല്ല തണുപ്പും, ഇതിൽ തണുപ്പ് അങ്ങനെ തണുപ്പല്ല, ഒരു നമുക്കെന്താ പറയുക, ടെമ്പറേച്ചർ വളരെ കുറവുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഒരു ആവിയൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ എപ്പോഴും നന്നായിട്ട് കാറ്റടിക്കും. അപ്പോൾ ഈ ചെറിയ എന്താ പറയുക, അപ്പോൾ നല്ല എല്ലാം കൂടെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളീ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലുണ്ടല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് വന്ന് കണ്ട് അത് എൻജോയ് ചെയ്ത് പോവുക എന്നുള്ളതല്ല ആൾക്കാരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, വന്ന് കണ്ട് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ അടിച്ച് കുപ്പിയൊക്കെ പൊട്ടിച്ച് നാശകോശമാക്കി ഇട്ടിരിക്കുന്നത്. അതും ഇവിടെയും ഒരു വ്യത്യാസമില്ല. എല്ലാം നല്ലതായിട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പള്ളിക്കാരാന്ന് തോന്നുന്നു, അവർ അത്രയും ഭാഗം വെയിൽ കിട്ടിരിക്കുന്ന അത്രയും ഭാഗം അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും ഒരു 1.5 മണിക്കൂർ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു, നല്ല കാറ്റൊക്കെ എടുത്തിട്ട്. പക്ഷേ അത് പിന്നെയും ഞങ്ങൾക്ക് സമയം ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിലുള്ള എൻ്റെ ഒരു കസിൻ അനന്തു പറഞ്ഞത് നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകുവശത്തേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേരെ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഇല്ലിക്കൽ കൽ ബാക്ക് സൈഡ് എന്നുള്ള ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തു, അങ്ങോട്ട് പോകുന്നു. അതൊരു അടിപൊളി പോക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന ടൈം എനിക്ക് തോന്നുന്നു 6 മണിയാണ്. അപ്പം നല്ല വെയിലുണ്ടായിരുന്ന സമയത്തായിരുന്നു. അതായത് ഞങ്ങൾ ആ റൈഡ് പോയ ദിവസം നല്ല വെയിലായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൺസെറ്റിൻ്റെ എല്ലാ ഭംഗിയും കാണാൻ പറ്റി. സാധാരണഗതിയിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ മുഴുവൻ മൂടൽമഞ്ഞ് നിറഞ്ഞ് കിടക്കുകയെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഞങ്ങൾ പോയപ്പം പകരം നല്ല വെയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, അടിപൊളി സൺസെറ്റായിരുന്നു. അടിപൊളി സൺസെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സൺസെറ്റാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു റൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് പോരാൻ പറ്റും. ഇപ്പം നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ വന്നിട്ടുണ്ട്. ഈ റോഡ് ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മറ്റേ റോഡ് വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഡെവലപ്പ് ചെയ്തെടുത്ത റോഡാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. ഈ വഴി വേറെ എങ്ങോട്ടും ചെല്ലുന്നില്ല കേട്ടോ. അതായത് ഈ റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ റോഡെല്ലാം നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനായിട്ട് ഇടയുണ്ട്. നമ്മുടെ കാറായാലും ശരി, വലിയ വണ്ടികളൊന്നും കയറി പോകത്തില്ല. കാറും ബൈക്കും എത്ര വലുതാണെങ്കിലും വളരെ ഈസി ആയിട്ട് കയറിപ്പോയി അവിടെ പാർക്ക് ചെയ്ത് ഫാമിലിയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. എന്തായാലും ഒരിക്കലെങ്കിലും അവിടെ പോയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ റൈഡ് ആസ്വദിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഇത് ബൈക്കിൽ തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഉണ്ടോ, ഇത് നമ്മൾ വീഡിയോയിലെടുത്ത, പക്ഷേ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ കളറുകളും ഒന്നും കിട്ടുന്നില്ല. ഇതിൻ്റെയോ എത്രയോ ഇരട്ടി കളറുകളാണെന്നറിയോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. ഇത് ഞങ്ങൾ ആ സമയത്ത് ഗോപ്രോ എടുത്തതിൽ ലൈറ്റ് പോയതുകൊണ്ട് എടുത്തില്ല. ഇതൊരു ഫോണിലെടുത്തതാണ്. വിഷ്വലി ഞാൻ എഡിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയാക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് അതിൻ്റെ അകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഭംഗി എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണിത്. എത്രമാത്രം കളർഫുള്ളാണെന്ന് അത് പറയാനായിട്ട് പറ്റത്തില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.